കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് എക്സിറ്റ് പോളുകളെ തള്ളുന്നു UDFും LDFും. BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. UDF മികച്ച വിജയം നേടുമെന്ന പ്രവചനം LDF അംഗീകരിക്കുന്നില്ല. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയമാണ് UDF അവകാശപ്പെടുന്നത്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്നും LDFും UDFും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവും അധികം രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കിയത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ ഇത്തവണയും UDF നേട്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞ സർവേകൾ LDF സംപൂജ്യരാകുമെന്ന് പ്രവചിച്ചു. അതിനുമപ്പുറം BJP 1 മുതൽ 3 സീറ്റുകൾ വരെ കേരളത്തിൽ നേടുമെന്നും പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ LDF UDF നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ്. BJP കേരളത്തിൽ കോഴിമുട്ട പോലെ വട്ടപൂജ്യമാകുമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. തൃശൂരിൽ തനിക്ക് ജയമുറപ്പാണെന്നും K മുരളീധരൻ പറഞ്ഞു. കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവുക. വട്ടപൂജ്യമായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. BJP തരംഗം ആവർത്തിക്കുമെന്ന എക്സിറ്റ് പോളുകളെ തള്ളുന്ന UDF പ്രവചനങ്ങൾക്കപ്പുറം കേരളത്തിൽ UDF 2020 നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ചിലയിടങ്ങളിൽ RSSും പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധായുധവും സജ്ജമാക്കിയിട്ടുണ്ട്. തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദിയെയും ലക്ഷ്യം വെച്ചുള്ള പ്രതികരണമാണ് CPM ഇപ്പോഴേ നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. ഏതെങ്കിലും വരുന്ന സ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. പക്ഷേ BJPക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേരള സർക്കാരിനെതിരെയുള്ള വികാരം അത് NDAക്ക് അനുകൂലമാകുമെന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നതെന്ന് V മുരളീധരനും പ്രതികരിച്ചു. കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട്, അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സമീപനത്തിനെതിരായി, അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള രോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് NDAയുടെ വോട്ട് വിഹിതം കുത്തനെ കൂടുമെന്ന സൂചനയാണെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.